ഹലോ ഓൾ, ഡോക്ടർ ആഷിഖാണ് ടോപ്പയിൽ നിന്നാണ്. നമ്മുടെ അലോട്ട്മെൻ്റൊക്കെ വരാൻ വേണ്ടി പോവാണ്. കേരള റിസൾട്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ പുറത്ത് വരും. അത് തന്നെ ഉടനെ തന്നെ ഫസ്റ്റ് റൗണ്ട് നമ്മുടെ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ സെക്കൻഡ് റൗണ്ട് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി കേരള അലോട്ട്മെൻറ്റിൻ്റെ ഷെഡ്യൂൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് ഏറെക്കുറെ അറിയാം. കാരണം ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിന് തൊട്ട് പുറകെ തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ കൃത്യം ഷെഡ്യൂൾ വന്നിട്ടില്ലെങ്കിലും അത് വരുന്ന ഡേറ്റുകൾ നമുക്കറിയാം. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ റാങ്ക് അനുസരിച്ച് നമ്മൾ എവിടെയൊക്കെ കൊടുക്കണം, എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ തീരുമാനം എടുക്കേണ്ട സമയമാണിത് എന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാർ കിട്ടുമോ കിട്ടുമോ എന്ന് അങ്ങനെ സാധ്യതകൾ ആലോചിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ഓൾറെഡി ഏകദേശം റാങ്ക് പ്രഡിക്ഷനും എവിടെ വരെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതും എവിടെയാണ് ബോർഡർ ലൈൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഏറെക്കുറെ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. കേരളത്തിൽ ഉള്ള ഒരു കട്ട് ഓഫ് എന്ന് പറയുന്ന സാധനം ഡെഫിനിറ്റ്ലി 670ൻ്റെ മുകളിലായിരിക്കും. ഒരു 672, 675 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. ഇത് കേരള റാങ്ക് വരുന്നതോടുകൂടി തന്നെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഓരോ കാറ്റഗറിക്കും എവിടെ വരെ കിട്ടും എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. ഇനി ഓൾ ഇന്ത്യയിലുള്ള കട്ട് ഓഫ് ഒരു 660 വരെയുള്ള കുട്ടിക്ക് ഷുവർ ഷോട്ടായിട്ട് കിട്ടും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അതിൻ്റെ താഴേക്ക് പോകുന്തോറും ഇങ്ങനെ സാധ്യതകൾ കുറഞ്ഞ് വരും. 656 ഒക്കെ വരുമ്പോഴത്തേക്കും അത് കുറച്ച് ട്രിക്കിയാണ് ആ ഭാഗത്ത്. ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് മറ്റ് വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് പല ആളുകളും പല രൂപത്തിൽ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയ ഒരു മൊമെൻറ്റ്, ഒരു മിടുക്കി കുട്ടി അങ്ങനെ തന്നെ പറയാൻ വേണ്ടി പറ്റും. എനിക്ക് വാട്സാപ്പിൽ ഒരു ലിസ്റ്റ് അയച്ചു തന്നു. ആ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദാ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. ഇതാണ് ആ ഫോട്ടോ. ജസ്റ്റ് ഈ ഫോട്ടോയിലേക്ക് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കണേ. ആ കുട്ടിയുടെ നീറ്റ് സ്കോർ നമുക്കറിയാൻ വേണ്ടി പേരില്ലാത്ത കാരണം കുഴപ്പമില്ല. 668 മാർക്കാണ്. ഡെഫിനിറ്റ്ലി കേരളത്തിൽ ഫസ്റ്റ് റൗണ്ടിൽ കിട്ടില്ല എന്ന ആ ഒരു തോന്നൽ ഈ കുട്ടിക്ക് അവിടെ കൃത്യമായിട്ടുള്ളതുകൊണ്ട് കുട്ടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ നോക്ക് ഓൾ ഇന്ത്യ ഫസ്റ്റ് റൗണ്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന കോളേജുകളുടെ ലിസ്റ്റ് ഇങ്ങനെ 1, 2, 3, 4, 5, 6 ഇങ്ങനെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഭയങ്കര എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് റൗണ്ട് 2ലേക്ക് ആഡ് ചെയ്യുമ്പം എങ്ങോട്ടൊക്കെ വേറെ ഏതെല്ലാം കോളേജുകൾ റൗണ്ട് 2ൽ വെക്കണം. ഇനി റൗണ്ട് 3ൽ വെക്കുകയാണെങ്കിൽ എവിടെയൊക്കെ വെക്കണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ഏകദേശ പഠനമൊക്കെ നടത്തിയിട്ട് ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സോ ഇത് കണ്ടപ്പം എനിക്കിങ്ങനെ ആ കുട്ടീനോട് പറയാൻ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഷീ ഈസ് എ ചാമ്പ്യൻ ഇൻ ദ മേക്കിംഗ് അങ്ങനെ തന്നെയാണ്. കാരണം ബാക്കി ആൾക്കാർ ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ച് കഷ്ടപ്പെട്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് കിട്ടിയ മാർക്ക് ഇതാണ്. ഇത് വെച്ചിട്ട് എനിക്ക് കിട്ടുന്ന കോളേജുകൾ ഇതൊക്കെയാണ് എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ഒരു സജഷൻ ചോദിക്കാൻ വേണ്ടി മാത്രമാണ് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ടുള്ള കാര്യങ്ങളാ. അപ്പോൾ ബേസിക്കലി ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ഇമേജ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നമ്മുടെ മാർക്ക് നമുക്ക് ഓൾറെഡി അറിയാം എത്രയാണെന്നുള്ള കാര്യം. കേരളത്തിൽ കിട്ടുമോ? ഓൾ ഇന്ത്യയിൽ കിട്ടുമോ? നമ്മൾ കേരളത്തിൻ്റെ ഓൾ ഇന്ത്യയുടെയും ബോർഡർ ലൈനാണോ അതോ കിട്ടാതിരിക്കാനുള്ള ഒരു ബോർഡർ ലൈനാണോ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇതൊക്കെ പ്രകാരം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ട സമയമാണ്. ഉറപ്പിച്ച തീരുമാനങ്ങൾ എടുക്കണം. ഇതൊക്കെയാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന കോളേജ്. ആ ഓരോ കോളേജിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ നമ്മുടെ അലോട്ട്മെന്റ് നീറ്റ് കോണിൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നിങ്ങൾക്ക് പല വീഡിയോസിലും ഇതിന് മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തമിഴ്നാടിൻ്റെ ഡിഫറെൻറ്റ് സാധനങ്ങളായിട്ട് നമ്മുടെ തന്നെ യൂട്യൂബ് ചാനലിലും നമ്മുടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ കോളേജിൻ്റെ പ്രിഫറൻസ് ഓർഡർ സാധനങ്ങളൊക്കെ നമ്മൾ മറ്റ് പോസ്റ്റുകളായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റും. ഇത്തവണ തമിഴ്നാട്ടിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തെലങ്കാനയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്ന കുട്ടികളുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് മെമ്പർമാരാവാൻ വേണ്ടി പറ്റും. സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ഉറപ്പായിട്ടും ഒരു 600 എന്താ പറയുക ഒരു 50 അതിൻ്റെയൊക്കെ താഴേക്ക് നിൽക്കുന്ന കുട്ടികളിലടക്കം ഇപ്പോഴും MBBS അഡ്മിഷൻ കിട്ടും എന്നുള്ള മിഥ്യാധാരണയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. സോ നിങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ അടുത്ത ഓപ്ഷൻ വേറെ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്ത് തരുന്നുണ്ടാവുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു പ്രാവശ്യം കൂടി എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷേ അടുത്ത തീരുമാനത്തിലേക്ക് എടുക്കണം. നമ്മൾക്കിങ്ങനെ എങ്ങനെയെങ്കിലും ഒരു മാജിക്കൽ സംഭവം നടന്നിട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കരുത്. ഒരുപാട് ആൾക്കാരുണ്ട് മാജിക്കൽ തോട്ട്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ. സോ ആ കാര്യത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ്. സോ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കണം. ഒരു ചെറിയ ഡിസ്ക്ലെയിമർ കൂടി ആഡ് ചെയ്യാനുണ്ട്. സംതിങ് പേഴ്സണൽ അബൌട്ട് മീ എന്നെ പറ്റിയിട്ട് ഉള്ള ഒരു പേഴ്സണൽ കാര്യം ജസ്റ്റ് ടെയിൽ എൻഡിൽ ഒന്ന് പറഞ്ഞു വെച്ചോട്ടെ. ഞാനിപ്പോൾ നീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഈ ചാനലിൽ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഡോപ്പ നീറ്റ് കോച്ചിങ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഫൗണ്ടർമാരിൽ ഒരാളാണ്. അപ്പോൾ ഞാൻ ഈ ചാനലിൽ എന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് പാസ് ചെയ്ത് തരാ എന്നുള്ളതിന് 2 പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളുണ്ട്. രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉദ്ദേശങ്ങൾ തന്നെയാണ്. ഒന്നാമത്തെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് തരാം. നീറ്റിൻ്റെ കാര്യത്തിൽ ഒതന്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് പാസ് ചെയ്ത് തരിക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഡോപ്പേനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ കാര്യമായിട്ട് വരുന്നുണ്ടാവുക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നീറ്റിൻ്റെ ഇൻഫർമേഷൻ മാത്രമേ പാടുള്ളൂ. ഡോപ്പേനെ പറ്റിയിട്ടൊന്നും സംസാരിക്കരുത്. അങ്ങനത്തെ ഒരു കാര്യമില്ല. അത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ റൺ ചെയ്തത്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പേഴ്സണലി വൾനറബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ലൈക്ക് ഞാൻ ഭയങ്കര സ്ട്രോങ് ആണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല പേഴ്സണലി. അപ്പോൾ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാനിപ്പോൾ ഒരു 4 5 ദിവസത്തെ ബ്രേക്കിന് ശേഷമാണ് ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്.
ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ അതിനകത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ 100% ഞാനിപ്പോഴും ഉറച്ച് നിൽക്കുന്നുണ്ട്. ചില വീഡിയോസിൽ വളരെ ഹേറ്റ്ഫുൾ ആയിട്ടുള്ള തരത്തിലുള്ള ചില കമന്റുകൾ, സാധനങ്ങൾ വന്നത് പേഴ്സണലി ഭയങ്കര ഹർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ബുദ്ധിമുട്ടി ശരിക്കും. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് എൻ്റെ ദൈനംദിന കാര്യങ്ങളടക്കം മുന്നോട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇഫ് യു നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാവാം. വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കാണാതിരിക്കുക, എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഫാക്ച്വൽ അല്ലാത്ത കാര്യങ്ങളൊന്നും നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാറില്ല. ഇനി അത്തരത്തിലുള്ള ബുദ്ധിമുട്ടിലേക്ക് പോകുമ്പോൾ മറ്റൊരാളെ പേഴ്സണലി വളരെയധികം ഹർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇത് ഡോപ്പയായിട്ടൊരു ബന്ധമില്ലാത്ത പേഴ്സണലി എൻ്റെ മാത്രം ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. സോ ഇഫ് യു ലൈക്ക് ദ ഇൻഫർമേഷൻ ടേക്ക് ഇറ്റ്. ഇഫ് യു ഡോണ്ട് ലൈക്ക് ദ ഇൻഫർമേഷൻ ഡോണ്ട് ടേക്ക് ഇറ്റ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ബട്ട് അതർവൈസ് വേറൊരു കാര്യത്തിലേക്ക് വരുമ്പം വളരെയധികം പേഴ്സണലി ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളൊരു കാര്യം പറയാണ്. ആൻഡ് ഐ വിൽ ബി ദേർ. ബട്ട് ദിസ് വാസ് എ ബ്രേക്ക്. ഒരു 4-5 ഡേയ്സിൻ്റെ ബ്രേക്ക് ഉണ്ടായിരുന്നു. ദിസ് വാസ് എ സോൾഡ് റീസൺ. ആൻഡ് നമുക്കിനി അടുത്ത വീഡിയോസിൽ കണ്ടുമുട്ടാം. എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്, എങ്ങനെയാണ് മെഡിക്കൽ കോളേജുകൾ തിരഞ്ഞെടുക്കുക, അതിൽ നമ്മളുടെ സൈഡിൽ നിന്നുള്ള ഇൻസൈറ്റുകൾ. നമ്മളിപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സിനെ ആൾക്കാരെ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ കണ്ടറിയുമ്പോൾ നമ്മുടെ സൈഡിൽ നിന്നുള്ള ഇൻസൈറ്റ്സ് നമുക്ക് തരാം. നമ്മുടെ ഇൻസൈറ്റ്സ് കൂടി ചേർത്തിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളൊരു കാര്യം. സോ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് അസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ. നിങ്ങളുടെ ഓരോ എന്താ പറയുക, ഓരോ ലൈക്കും ഓരോ കമൻസും എല്ലാ സാധനങ്ങളും നമുക്ക് പ്രോത്സാഹനങ്ങളാണ്. എല്ലാ സാധനങ്ങളും നമ്മളെ കൂടെ തന്നെ, നിങ്ങളുടെ കൂടെ തന്നെ നമ്മൾ ഉണ്ടാവും എന്നുള്ള കാര്യം പറയാം. അലോട്ട്മെന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്കായിട്ട് അപ്ഡേറ്റ് ചെയ്ത് തരാൻ ചെയ്യാം. താങ്ക് യു സോ മച്ച്. ബൈ.